നമ്മുടെയൊക്കെ കാറിൻ്റെ സൈഡ് വിൻഡോ ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഉണങ്ങിപ്പോയതിന് ശേഷം പിടിച്ചിരിക്കുന്ന ചെറിയ കറകൾ പോലെ കാണാം. ഇതിന് ഹാർഡ് വാട്ടർ സ്പോട്ട്സ് അല്ലെങ്കിൽ വാട്ടർ സ്റ്റെയിൻസ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് നീരാവിയായിട്ട് വെള്ളം പോയതിന് ശേഷം ബാക്കി മിനറൽസ് ഗ്ലാസ്സിൽ തന്നെ പിടിച്ചിരിക്കുന്നതാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഈ കാണുന്ന പോലുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, പവർ മോട്ടറിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വെള്ളം തുള്ളിയായിട്ട് വീണിട്ട് അത് ഇവാപറേറ്റ് ചെയ്ത് പോയി, അത് നീരാവിയായി പോയി വെള്ളം. പക്ഷേ ഈ വെള്ളത്തിലുണ്ടായിരുന്ന മിനറൽസ്, കാൽസ്യം പോലുള്ള മിനറൽസും മറ്റുമൊക്കെ അത് ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ എത്ര സോപ്പിട്ട് കഴിയാലോ എത്ര ഗ്ലാസ് ക്ലീനർ ഇട്ട് കഴിയാലോ ഒന്നും പോവില്ല. അത് പോകണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഹാർഡ് സ്റ്റെയിൻസ് റിമൂവർ ഉണ്ട്. അപ്പോൾ ആ ഹാർഡ് സ്റ്റെയിൻസ് റിമൂവർ തന്നെ ഉപയോഗിക്കണം. ഇതിനു വേണ്ടിയിട്ട് നെറ്റിൽ ഞാൻ നോക്കി, പല രീതിയിൽ ആളുകൾ പലതും പറയുന്നുണ്ട്. വിനാഗിരി പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി, അത് പൊയ്ക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കി, പോകുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ലാസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നത് വർക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ വാട്ടർ സ്റ്റെയിൻസും ഉണ്ട്, അതുകൂടാതെ പൊടിയുമുണ്ട്. നമുക്ക് വണ്ടി കുറച്ച് നാളായിട്ട് കിടക്കുമ്പോൾ ഉള്ള പൊടിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു കാർ വാഷ് ഷാമ്പു ഉപയോഗിച്ചിട്ട് തുടച്ചു, കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഗ്ലാസ് ക്ലീനർ ഉണ്ടെങ്കിൽ ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് തുടയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ആ വാട്ടർ സ്റ്റെയിൻസ് ഒന്നും പോയിട്ടില്ല, അതെല്ലാം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എത്ര സോപ്പ് ഇട്ട് കഴിയാലും എത്ര ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ എത്ര കാർ ഷാമ്പു എത്ര ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചാലും അത് പോകുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പോളിഷ് കം ഹാർഡ് വാട്ടർ സ്പോട്ട്സ് റിമൂവറാണ്. ഇത് വേവെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്, ഇന്ത്യൻ കമ്പനിയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഈ ഒരു പോളിഷ് ലിക്വിഡാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഏകദേശം 390 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫോം എടുത്തു, ഒരു സ്പോഞ്ചിൻ്റെ ഫോം എടുത്തു. ഫോമിലൊരു അല്പം ആക്കിയതിന് ശേഷം ഇത് ഞാൻ ഗ്ലാസ്സിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം സ്പോഞ്ച് എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അമർത്തി തന്നെ റബ്ബ് ചെയ്തോ. നന്നായിട്ട് അമർത്തി റബ്ബ് ചെയ്യുന്നതോറും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായി അമർത്തി നന്നായിട്ട് റബ്ബ് ചെയ്യുന്നോ അത്രയും നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്തത് അത്ര അമർത്തിയല്ല റബ്ബ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 കോട്ട് ചിലപ്പോൾ ചെയ്യേണ്ട വന്നു. ഇനി എന്നാലും ഞാൻ 2012 മോഡൽ വണ്ടിയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് റബ്ബ് ചെയ്യേണ്ടി വരും. പിന്നെ നന്നായി റബ്ബ് ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ റബ്ബ് ചെയ്ത ഒരു ഗ്ലാസ് പോളിഷ് റിമൂവ് ചെയ്യുക. നമ്മൾ ഈ മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് സർക്കുലർ മോഷനിൽ റിമൂവ് ചെയ്തെടുത്താൽ മതി. സോ അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടുത്ത് നോക്കാം എന്താണ് വ്യത്യാസം ഉള്ളത്. അതായത് ഹാർഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിൻ്റെ സ്പോട്ട്സ് ഒന്നും കാണാനില്ല. ഇപ്പോൾ 1-2 സ്പോട്ട്സ് കാണുന്നത് അകത്താണത്, കാറിൻ്റെ ഗ്ലാസ്സിനകത്ത് വരുന്നത്. മുകളിലത്തെ ഭാഗത്ത് ഒരല്പമൊക്കെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ അവിടെ വരുന്ന സ്പോട്ട്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പോട്ട്സ് നമുക്ക് അതും റിമൂവ് ചെയ്യാം. ഗ്ലാസിൻ്റെ അകത്തു നിന്നാണ് അത് ചെയ്യേണ്ടത്. ഡോറ് തുറന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഈ ഒരു പോളിഷ് അപ്ലൈ ചെയ്യാണ്. പോളിഷ് അപ്ലൈ ചെയ്തിട്ട് 2 രീതിയിൽ റബ്ബ് ചെയ്യുന്നു. റൈറ്റ് ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ 2 രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇനി വിൻഡോയുടെ ഒരു കോർണർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അകത്തും ചെയ്തു പുറത്തും ചെയ്തു. സോ അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അകത്തുണ്ടായിരുന്ന സ്പോട്ട്സ് ഒന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ആ സ്പോട്ട്സ് എല്ലാം പോയി. ഇനി നമുക്കിത് ക്യാമറ ഒരല്പം വലത്തോട്ട് നീക്കിക്കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിലുള്ള സ്പോട്ട്സ് ഒന്നും ഇപ്പോഴും റിമൂവ് ആയിട്ടില്ല. അതൊക്കെ അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. അതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ആ സ്പോട്ട്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. കുറച്ചിങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്പോട്ട്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. സോ ഞാൻ അത്രയും ഭാഗത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നല്ലൊരു പ്രകടമായിട്ടുള്ള നല്ലൊരു വ്യത്യാസം നമുക്ക് കാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഗ്ലാസ് ഒരല്പം താഴ്ത്തിയിട്ട് മുകളിൽ കോർണർ വരുന്ന ഭാഗങ്ങളിലും മറ്റുമൊക്കെ
ഇതൊന്നുകൂടി അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ റബ്ബ് ചെയ്തു. അപ്പോൾ കോർണറിലൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഗ്ലാസ് ഒരല്പം താഴ്ത്തിയാൽ മാത്രമേ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഒരു തവണ ഈ പോളിഷ് ഇട്ടിട്ട് റെഡി ആയില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇടാവുന്നതാണ്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പക്ഷേ റബ്ബ് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർത്തി റബ്ബ് ചെയ്യുക. മൈക്രോ ഫൈബർ ഉപയോഗിച്ച് അതിനുശേഷം നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ 2 തവണ ഇട്ടു. ഫ്രണ്ട് ഗ്ലാസ്സിൽ 2 തവണ ഇട്ടു. 2 തവണ ഇട്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം പോയി. 3 തവണ ഇടുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ച് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. എക്സസ് വന്നിരിക്കുന്ന പോളിഷും മറ്റുമൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. അതിനുശേഷം മൈക്രോ ഫൈബർ ഉപയോഗിച്ച് തന്നെ അത് തുടച്ചെടുക്കുക. റിയർ ഗ്ലാസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. റിയർ ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ റിയർ ഗ്ലാസ്സിൽ ഹാർഡ് സ്റ്റെയിൻസ് വളരെ ക്ലിയർലി വിസിബിളാണ്. ഇനി ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ്സിലെ ഹാർഡ് സ്റ്റെയിൻസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റിയർ ഗ്ലാസ്സിലെ സ്റ്റെയിൻസും അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ചെയ്ത് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ റിയർ ഗ്ലാസും വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്, വളരെ ക്ലീനാണ്. ഹാർഡ് സ്പോട്ട്സ് ഒന്നും തന്നെ കാണാനില്ല. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ഹാർഡ് സ്പോട്ട്സ് ഒന്നും തന്നെ കാണാനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. കാരണം മിക്കവാറും എല്ലാ ആളുകളുടെയും കാറുകളിൽ ഇതുണ്ടായിരിക്കും. അപ്പോൾ ഒരു 2-3 കോട്ട് ചിലപ്പോൾ ഇടേണ്ടി വരും. ചിലപ്പോൾ ഒറ്റ കോട്ടി തന്നെ പോവും. അപ്പോൾ നമ്മൾ ഹാർഡായിട്ട് റബ്ബ് ചെയ്യുക. ഹാർഡായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്യുന്നത് സ്പോഞ്ചോ അല്ലെങ്കിൽ ആപ്ലിക്കേറ്റർ പാഡൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നല്ലൊരു മൈക്രോ ഫൈബർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുക. അല്ലെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു കോട്ടൺ ക്ലോത്ത് എങ്കിലും ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ വേറെ പോളിസ്റ്റർ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ നിൽക്കരുത്. മൈക്രോ ഫൈബർ കാര്യം പോളിസ്റ്ററിന്റെ ഒരു വകഭേദമാണെങ്കിൽ അത് വേറൊരു ടൈപ്പ് ക്ലോത്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് വീഴില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയ സ്ക്രാച്ചുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയൊരു ലൈൻ പോലുള്ള ചെറിയ സ്ക്രാച്ചുകൾ. അപ്പോൾ ആ സ്ക്രാച്ചുകൾ എങ്ങനെയാണ് കളയേണ്ടതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.